പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. എല്ലാ ധർമ്മങ്ങളെയും ത്യജിച്ച് എന്നെ മാത്രം ആശ്രയിക്കൂ. കലിയുഗത്തിൽ അതെങ്ങനെയാണ്? സർവധർമാൻ പരിത്യജ്യ നാമമേകം മാം ഏകം ശരണം വ്രജ. നാം ഏകം ശരണം വ്രജ. നാമത്തെ മാത്രം ആശ്രയിക്കുന്ന, നാമത്തെ ആശ്രയിക്കാൻ പഠിച്ച വ്യക്തി ബുദ്ധിമാൻ. ബാക്കിയെല്ലാം മണ്ടന്മാരാണ്. നാം ഏകം ശരണം വ്രജ. നാമത്തെ മാത്രം ആശ്രയിക്കൂ. നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് ഗുരുവായൂരിൽ മാത്രമല്ല, ഗുരുവായൂരിൽ ഇരിക്കുന്ന ഗുരുവായൂരപ്പനെ കാട്ടി നിങ്ങളുടെ നാവിന്റെ തുമ്പത്ത് ഗുരുവായൂരപ്പൻ. അത് ഒരു ദേവസ്വം ബോർഡിനും നിങ്ങളെ തടയാൻ കഴിയില്ല. ആ ഗുരുവായൂരപ്പനുമായിട്ട് കണക്ട് ആവും. പക്ഷെ നാവിന്റെ തുമ്പത്തിരിക്കുന്ന ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ഗുരുവായൂർ പോയിട്ട് ഒരു കാര്യമില്ല. കുറച്ച് സെക്കൻഡ് ഗുരുവായൂരപ്പന്റെ ആ വിഗ്രഹം കാണും. പക്ഷെ ആ വിഗ്രഹം എന്താണെന്ന് ചിലപ്പോൾ പൂജിക്കുന്ന തിരുമേനിക്ക് പോലും അറിയില്ല. നാമത്തിലാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത്, വിഗ്രഹത്തിൽ മാത്രമല്ല. നാമത്തിലൂടെ ഗുരുവായൂരപ്പനെ ആക്സസ് ചെയ്യാത്തവർക്ക് വിഗ്രഹത്തിലൂടെയും ഗുരുവായൂരപ്പനെ കണക്ട് ചെയ്യാൻ കഴിയും. നാമത്തിൽ ഗുരുവായൂരപ്പനുമായിട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ എവിടെ ഇരിക്കുന്നു അവിടെ വൃന്ദാവനമാണ്. ഈ പ്രപഞ്ചം മൊത്തം വൃന്ദാവനമായിട്ട് തോന്നും. നാമത്തിലൂടെ കൃഷ്ണനെ പിടിക്കാൻ പറ്റിയില്ല എങ്കിൽ വൃന്ദാവനത്തിൽ വന്നിട്ടും കാര്യമില്ല. ഏറ്റവും പവിത്രമായിട്ടുള്ള രാധാകുണ്ടിൽ വന്നിട്ടും കാര്യമില്ല. നാമത്തിലാണ് കൃഷ്ണൻ ഇരിക്കുന്നത്, പ്രത്യേകിച്ച് കലിയുഗത്തിൽ. ഇപ്പൊ ഉദാഹരണത്തിന് ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ വന്നു, നേരിട്ട് വന്നു, പല വ്യക്തികളും കണ്ടു. എന്നിട്ട് അതേ ശ്രീകൃഷ്ണ ഭഗവാനോട് അവർ പറയുകയാണ്, ഇത് ഭഗവാനൊന്നുമല്ല, ത്രേതായുഗത്തിൽ രാമനാണ് ഭഗവാൻ. എങ്ങനെ ഇരിക്കും? ഇനി ത്രേതായുഗത്തിൽ രാമൻ വന്നപ്പോഴും രാമനെ കണ്ടിട്ട് അവർ ഇതൊരു ഭഗവാനൊന്നുമല്ല, ഇത് വരാഹസ്വാമി, നരസിംഹസ്വാമി, അവരൊക്കെയാണ് ഭഗവാൻ. എന്നിട്ട് കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭു വന്നു. ചൈതന്യ മഹാപ്രഭു പറയാ, കൃഷ്ണനാണ് ഭഗവാൻ, നിങ്ങളല്ല ഭഗവാൻ. എങ്ങനെ ഇരിക്കും? ഇതേപോലെയാണ് നാമം. കലിയുഗത്തിൽ കൃഷ്ണൻ നാമരൂപത്തിലാണ് ഇരിക്കുന്നത്. കൃഷ്ണന്റെ നാമം ജപിക്കാൻ താല്പര്യമില്ല, അതിന്റെ അർത്ഥം കൃഷ്ണനോട് താല്പര്യമില്ല. ഭഗവാനെ കാണാൻ തീർത്ഥസ്ഥലങ്ങളിൽ പോകണം, ഭയങ്കര ആഗ്രഹം. എനിക്ക് വൃന്ദാവനത്തിൽ പോകണം, എനിക്ക് ഗുരുവായൂർ പോകണം, എന്നും ഗുരുവായൂരപ്പനെ കാണണം. കണ്ടിട്ട് എന്ത് ചെയ്യാനാണ്? കണ്ടു, എന്റെ കൃഷ്ണനെ എനിക്ക് കാണാൻ പറ്റി. ഒരു ഇമാജിനേഷന്റെ ലോകത്താണ് നമ്മൾ ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം ഗുരുവായൂരപ്പനെ കാണണ്ട, ഭഗവാന്റെ സുന്ദര രൂപം, വിഗ്രഹരൂപം കാണണ്ട എന്നല്ല. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജപം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധയോടുകൂടിയുള്ള ജപം. ജപിക്കാൻ നമുക്ക് മടിയാണ്, അതാണ് സത്യം. അത് അംഗീകരിക്കൂ. നമുക്ക് എല്ലാവർക്കും മടിയാണ്. ഈ മടിയാണ് ആദ്യം മാറ്റേണ്ടത്. ജപിക്കാൻ ഉത്സാഹമുണ്ടോ? നിങ്ങൾ നോക്കൂ, എല്ലാത്തിനും ഉത്സാഹം കാണും. ജപിക്കാൻ ഉത്സാഹമില്ല, ഒന്നിനോട് താല്പര്യം. ഇനി അഥവാ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് വെറും ഷോ ഓഫ് ആയിരിക്കും, വെറും എന്തു പറയുന്ന പ്രഹസനം മാത്രമായിരിക്കും. അതുകൊണ്ട് എത്രത്തോളം കൃഷ്ണനോട് താല്പര്യമുണ്ടോ എത്രത്തോളം ജപിക്കാൻ താല്പര്യമുണ്ടോ കൃഷ്ണനോട് താല്പര്യം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ശ്രദ്ധയോടുകൂടി, പൂർണ്ണ ഹൃദയത്തോടുകൂടി ആരാണോ ജപിക്കുന്നത് അവർ കൃഷ്ണനെ കാണും. അത് കൃഷ്ണനെ ഇമാജിൻ ചെയ്തിട്ടല്ല. ആ മഞ്ഞ പട്ടുടുത്ത് 16 വയസ്സുള്ള ഒരു പയ്യൻ, ഇമാജിനേഷൻ അല്ല. ഇമാജിൻ ചെയ്യണ്ട. ഭഗവാൻ തന്നെ ഭഗവാനെ കാണിച്ചു തരും നിങ്ങൾക്ക്. നമ്മൾ ഇതുവരെ കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഇമാജിൻ ചെയ്ത് കുളവാക്കുന്നത് ഭഗവാന്റെ രൂപം? അദ്ദേഹത്തെ കാണിച്ചു തരുമ്പോ പിന്നെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. എന്തിനാണ് കൺഫ്യൂസ് ചെയ്യുന്നത് സ്വയം? നിങ്ങൾ ജപിക്കൂ. ഭഗവാൻ തന്നെ ഭഗവാന്റെ രൂപം കാണിക്കട്ടെ. നിങ്ങൾ എന്തിനാണ് ഇമാജിൻ ചെയ്യുന്നത്? ഇമാജിൻ ചെയ്യേണ്ട ആവശ്യമില്ല.
ശ്രദ്ധിക്കൂ, നാമജപത്തിൽ ശ്രദ്ധിക്കൂ. ശ്രദ്ധയോടുകൂടി ജപിക്കുമ്പോൾ കൃഷ്ണൻ തന്നെ കൃഷ്ണനെ കാണിച്ചു തരും. അതുപോരെ നമ്മൾ എന്തിനാണ് ഇമാജിൻ ചെയ്യുന്നത്? ഇമാജിനേഷന്റെ ആവശ്യമില്ല. ശ്രദ്ധിച്ചു ജപിക്കൂ, അത് മാത്രം മതി. നാമം ഭഗവാനാണെന്ന് വിശ്വസിക്കൂ, ഉറച്ചു വിശ്വസിക്കൂ. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ നമുക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു സാമീപ്യം അനുഭവിച്ചറിയാൻ പറ്റും.